റഷ്യയ്ക്ക് നമ്മൾ ഇന്ത്യ ക്രൂഡ് ഓയിൽ വിൽക്കുന്നു. അതെ, സത്യമാണ് പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയൊരു സാമ്പത്തിക ട്വിസ്റ്റിനാണ് ഇപ്പോൾ രാജ്യാന്തര വിപണി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയായ റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ നോക്കിയപ്പോൾ ആ കളി ആകെ മാറ്റിമറിച്ചത് ഒരു ഏഷ്യൻ കരുത്തനാണ്, നമ്മുടെ രാജ്യം ഭാരതം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിന് മുഴുവൻ എണ്ണ കൊടുക്കുന്ന റഷ്യയിലുടനീളമുള്ള 11 ടൈം സോണുകളും ഇന്ധനക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. പെട്രോൾ സ്റ്റേഷനുകളിൽ കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ. റഷ്യയിൽ പെട്രോൾ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചുയരുന്നു. പക്ഷേ ഇവിടെയാണ് യഥാർത്ഥ ക്ലൈമാക്സ്. റഷ്യയുടെ ഈ തകർച്ചയിൽ അവരെ രക്ഷിക്കാൻ റഷ്യയിലേക്ക് വൻതോതിൽ പെട്രോൾ കയറ്റി അയക്കുന്നത് ആരാണ്? അതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മൾ തന്നെ, ഇന്ത്യ. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി അതേ റഷ്യയ്ക്ക് തന്നെ പെട്രോൾ ശുദ്ധീകരിച്ച് തിരിച്ചു വിറ്റ് അന്താരാഷ്ട്ര വിപണിയെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ലോകം വിറച്ചു നിൽക്കുന്ന സൂപ്പർ പവറുകളെപ്പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ത്യ കളിച്ച ഈ കളി എന്താണ്? റഷ്യയെ ഇന്ത്യ എങ്ങനെയാണ് കൈപ്പിടിയിൽ ഒതുക്കിയത്? പരിശോധിക്കാം. വാർത്തകൾ ഇപ്പോൾ വരുന്നത് വളരെ നിർണായകമായൊരു ഘട്ടത്തിലൂടെയാണ്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പുറത്തുവിട്ട ആ റിപ്പോർട്ട് കേട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ മൂക്കത്ത് വിരൽ വെച്ചുപോയി. ഉക്രൈൻ നടത്തിയ കനത്ത ഡ്രോൺ ബോംബാക്രമണങ്ങളെ തുടർന്ന് റഷ്യയുടെ എനർജി സെക്ടർ അഥവാ ഊർജ്ജ മേഖല പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. റഷ്യയുടെ വലിയ വലിയ റിഫൈനറികൾ തകർക്കപ്പെട്ടു. ഫലം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരിലൊന്നായ റഷ്യയിൽ പെട്രോളിന് കടുത്ത ക്ഷാമം. റഷ്യയിൽ 11 ടൈം സോണുകൾ ഉണ്ടെന്നറിയാമല്ലോ. ഈ 11 ടൈം സോണുകളിലും ഇന്ധനത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ട് ഓടുകയാണ്. പല നഗരങ്ങളിലും ഇന്ധന വിതരണത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ക്രൈംലിന് ഏർപ്പെടുത്തേണ്ടി വന്നു. ഈയൊരു വലിയ അടിയന്തര സാഹചര്യം മറികടക്കാൻ റഷ്യ കണ്ടെത്തിയ ഒരേയൊരു രക്ഷകൻ നമ്മുടെ രാജ്യവുമാണ്, വിശ്വസ്ത പങ്കാളി ഭാരതം. ഇന്ത്യയിൽ നിന്ന് കടൽമാർഗം വൻതോതിൽ പെട്രോൾ റഷ്യയിലേക്ക് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനകം തന്നെ 60,000 മെട്രിക് ടണ്ണിലധികം പെട്രോളുമായി 2 കൂറ്റൻ കപ്പലുകൾ ഇന്ത്യയിൽ നിന്നും റഷ്യൻ തീരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ബിസിനസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏത് റിഫൈനറിയാണ് ഇത് വിതരണം ചെയ്തതെന്ന് ഇന്ത്യ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. ശത്രുക്കൾ പോലും അറിയാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. നമുക്കിതിൻ്റെ പിന്നിലെ ആ മാസ്റ്റർ പ്ലാൻ ഒന്ന് പരിശോധിക്കാം. 2022 ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ ഉപരോധങ്ങളുടെ ഒരു വലിയ മല തന്നെയാണ് തീർത്തത്. റഷ്യയിൽ നിന്ന് ആരും എണ്ണ വാങ്ങരുത്, വാങ്ങിയാൽ ഉപരോധം നേരിടേണ്ടി വരും എന്നായിരുന്നു അമേരിക്കയുടെ ഭീഷണി. ചൈന പോലും കുറച്ചൊന്ന് മടിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ജനങ്ങളുടെ താല്പര്യത്തിനാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന്. അമേരിക്കൻ ഭീഷണികളെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് ഇന്ത്യ റഷ്യയിൽ നിന്നും വൻതോതിൽ വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടി. ഇറാഖും സൗദി അറേബ്യയും 1ാം സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യൻ വിപണിയിലേക്ക് റഷ്യ രാജകീയമായി കടന്നു വന്നു. ഇന്ത്യ ഈ അവസരം മുതലെടുത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഭദ്രമാക്കി. ഇടയ്ക്ക് അമേരിക്ക റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ചപ്പോൾ ഇന്ത്യ തന്ത്രപരമായി ഇറക്കുമതി ചെറുതായി കുറച്ചു. എന്നാൽ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ, അതായത് ഇസ്രായേൽ ഹമാസ് പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ ആഗോള വിപണി അസ്ഥിരമായി. അവിടെയും ഇന്ത്യ ഭയന്നില്ല. ഇന്ത്യ വീണ്ടും റഷ്യയെ ആശ്രയിക്കാൻ തുടങ്ങി. ഇപ്പോൾ പുറത്തു വരുന്ന ഡാറ്റ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വരൂ, നമുക്ക് ചില ഔദ്യോഗിക കണക്കുകളിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ എണ്ണ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ. കെപ്ലർ, LSEG എന്നീ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഡാറ്റ ഏജൻസികളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രം ഇന്ത്യ പ്രതിദിനം 27 ലക്ഷം ബാരൽ റഷ്യൻ അസംസ്കൃത എണ്ണയാണ് വാങ്ങിക്കൂട്ടിയത്. നിങ്ങൾക്കിതിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നുണ്ടോ? ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ആകെ എണ്ണയുടെ പകുതിയിലധികവും, അഥവാ 50% മുകളിൽ ഇപ്പോൾ വരുന്നത് റഷ്യയിൽ നിന്നാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇത് വെറും 36.5% മാത്രമായിരുന്നു. എന്നാൽ വെറും ഒരു മാസം കൊണ്ട്, അതായത് ജൂണിൽ, ഇന്ത്യ അത് 50% മുകളിലേക്ക് ഉയർത്തി. ഇതാണ് ഇന്ത്യയുടെ പവർ. ഒരു വശത്ത് അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് റഷ്യയെ സാമ്പത്തികമായി ഇന്ത്യ താങ്ങി നിർത്തുന്നു. മറുവശത്ത് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ഈ അസംസ്കൃത എണ്ണ ഇന്ത്യയിലെ അത്യാധുനിക റിഫൈനറികൾ ശുദ്ധീകരിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ള പെട്രോളും ഡീസലുമാക്കി മാറ്റി ലോകം മുഴുവൻ വിൽക്കുന്നു. യൂറോപ്പും അമേരിക്കയും പോലും ഇന്ത്യയിൽ നിന്നുള്ള ഈ ഇന്ധനമാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ എണ്ണയുടെ യഥാർത്ഥ ഉടമകളായ റഷ്യയ്ക്ക് തന്നെ ഇന്ത്യ പെട്രോൾ കയറ്റുമതി അയക്കുന്നു. ചരിത്രത്തിൽ ഇതിലും വലിയൊരു മധുരപ്രതികാരം വേറെയുണ്ടോ?
ഇപ്പോൾ റഷ്യ നേരിടുന്ന പ്രതിസന്ധി അത്ര ചെറുതൊന്നുമല്ല. പ്രതിമാസം ചുരുങ്ങിയത് 4 ലക്ഷം ടൺ പെട്രോളെങ്കിലും ഇറക്കുമതി ചെയ്യാനാണ് ക്രെംലിൻ ഇപ്പോൾ പദ്ധതിയിടുന്നത്. റഷ്യയുടെ അയൽരാജ്യമായ ബെലാറസ് റെയിൽവേ മാർഗം വൻതോതിൽ ഇന്ധനം എത്തിക്കുന്നുണ്ട്. ജൂൺ മാസത്തെ ആദ്യത്തെ 2 ആഴ്ചകളിൽ ബെലാറസിൽ നിന്നുള്ള വിതരണം 3 ഇരട്ടിയായി വർദ്ധിച്ച് 70,000 ടണ്ണിൽ എത്തിയിട്ടും റഷ്യയുടെ വിശപ്പ് മാറുന്നില്ല. കാരണം വേനൽക്കാലത്ത് റഷ്യയിലെ ആഭ്യന്തര ഇന്ധന ഉപഭോഗം പ്രതിദിനം 1.10 ലക്ഷം ടൺ വരെയാണ് ഉയർന്നത്. ആഭ്യന്തര ഉൽപ്പാദനം തകർന്ന സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ അടിയന്തര സഹായം റഷ്യയ്ക്ക് വേണം. അവിടെയാണ് ഇന്ത്യ രക്ഷകനായി അവതരിച്ചിരിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ഇറക്കുമതി ചെയ്യാൻ റഷ്യ പല രാജ്യങ്ങളിലുമായി ചർച്ച നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യ നൽകുന്ന വിശ്വസ്തതയും ഗുണനിലവാരവും വേറെ ആർക്കും നൽകാൻ കഴിയില്ല എന്ന് റഷ്യയ്ക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഈ നാടകീയമായ നീക്കങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തേ മതിയാകൂ. ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില വലിയ തോതിൽ കുറയാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ വില ഉയർന്നു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്ക് ഇത്രയധികം പെട്രോള് റഷ്യയിലേക്ക് കയറ്റി അയക്കാൻ സാധിക്കുന്നത് എന്ന്? ഇതൊരു തന്ത്രപരമായ നീക്കമാണ്. അതായത് ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളും സ്വകാര്യ റിഫൈനറികളും, അതായത് റിലയൻസ്, നയാര എനർജി പോലെയുള്ള കമ്പനികൾ വളരെ കൃത്യമായി ബിസിനസ് തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്. റഷ്യയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. അത് ഇന്ത്യയിൽ ശുദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭം ചെറുതല്ല. ഈ കയറ്റുമതിയിലൂടെ ഇന്ത്യയിലേക്ക് വൻതോതിൽ വിദേശ നാണയമാണ് ഒഴുകിയെത്തുന്നത്. റഷ്യയുമായുള്ള ഈ വ്യാപാരം വഴി ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാവുകയാണ് ചെയ്യുന്നത്. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഗുണം ഇന്ത്യൻ ജനതയ്ക്കും ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാലത്ത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കനിവിന് വേണ്ടി കാത്തു നിന്നിരുന്നൊരു ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന സൂപ്പർ പവറുകൾക്ക് ഇന്ധനം വേണമെങ്കിലും യുദ്ധപ്രതിസന്ധി മറികടക്കണമെങ്കിലും ഒക്കെ ഇന്ത്യയിലേക്ക് നോക്കേണ്ട അവസ്ഥയാണ്. ഭാരതം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെ കാറ്റിൽ പറത്തി റഷ്യയുടെ തകർച്ചയെ ഒരു വൻ ബിസിനസ് തന്ത്രമാക്കി മാറ്റി ഇന്ത്യയുടെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി റഷ്യയ്ക്ക് തന്നെ പെട്രോളായി തിരിച്ചു നൽകുന്ന ഭാരതത്തിൻ്റെ ഈ മാസ്റ്റർ സ്ട്രോക്ക് ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം ഉയർത്തും? ഇന്ത്യയുടെ ഈ അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നൽകൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. വീണ്ടും വരാം.